സ്ത്രീകളിൽ കൂടുതലും ഇന്ന് കാണപ്പെടുന്ന ഒരു ഹോർമോണൽ കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം വളരെ കോമൺ ആയിട്ട് പല ഏജിലും നമ്മളിന്ന് കാണുന്നുണ്ട്. കുട്ടികളിൽ കാണാറുണ്ട്, അഡൽട്ട്സിൽ കാണുന്നുണ്ട്, മെനോപോസ് ആവാറാവുന്ന ആളുകൾക്കും കാണാറുണ്ട്. പല ഏജിലും പല ലക്ഷണങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് 3 ക്രൈറ്റീരിയയാണ് PCODക്ക്. അതിൽ 2 പോസിറ്റീവ് ആണെങ്കിൽ തന്നെ നമുക്ക് PCOS അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർത്തവത്തിലുണ്ടാവുന്ന ഇറഗുലാരിറ്റി, അതായത് ക്രമം തെറ്റിയുള്ള ആർത്തവം. ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ബ്ലീഡിങ് വരുമ്പം നല്ല ഹെവി ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ആണുങ്ങളുടെ ഹോർമോൺ ലെവൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേ ചേഞ്ചസ്. വണ്ണം കൂടുതലായിട്ടുണ്ടാവാം, പിന്നെ ശരീരത്തിൽ അമിതമായ രോമവളർച്ച കൂടുതൽ കാണാറുണ്ട്, പിന്നെ കഴുത്തിന് പുറമേയുള്ള സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ, പിന്നെ ഹെയർ ഫോൾ. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാനിങ്ങിൽ കാണുന്ന ചേഞ്ചസ് ആണ്. അതായത് അണ്ഡാശയം സാധാരണക്കാളും കൂടുതൽ വലിപ്പത്തിൽ കാണുന്നു, പിന്നെ അതിൽ അബ്നോർമലായിട്ടുള്ള ഫോളിക്കിൾസിൻ്റെ നമ്പറും കൂടുതലായിട്ട് കാണാൻ പറ്റും. ഈ 3 കണ്ടീഷനിൽ 2 പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരാൾക്ക് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. PCODക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് ഓരോ പ്രായത്തിൽ ഓരോ ലക്ഷണങ്ങളായിരിക്കും. കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതലും ഉണ്ടാവുന്നത് അമിതവണ്ണവും പിന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവമായിരിക്കും. അത് ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ ഡയറ്റ് എക്സസൈസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുമ്പോഴേക്കും കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടാണ് വൺ ഓഫ് ദി കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ബ്ലീഡിങ് അബ്നോർമാലിറ്റിയും. അപ്പോൾ അതിന് ആ ഒരു ലക്ഷണങ്ങൾക്കാണ് നമ്മൾ കൂടുതലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നെ വേറൊരു കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാം. പിന്നെ എൻഡോമെട്രിയത്തിൻ്റെ അകത്ത്, അതായത് ഗർഭപാത്രത്തിൻ്റെ അടിയിലുള്ള ആവരണത്തിന് സാധാരണക്കാളും കൂടുതൽ കട്ടിപ്പ് കാണാറുണ്ട്. അത് പിന്നീട് പല ചേഞ്ചസ് ആയിട്ട് മാറാറുണ്ട്. PCODക്ക് നമുക്കൊരു 50% മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 50% നമ്മുടെ ഡയറ്റ് ആൻഡ് എക്സസൈസാണ്. നല്ല രീതിയിലുള്ള ഹെൽത്തി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട്, അതായത് ഒരു ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും സ്ത്രീകൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ, കുട്ടികളാണെങ്കിലും അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും വർക്കൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഡയറ്റ് ആൻഡ് എക്സസൈസിൽ കൺട്രോൾ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.